ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് റൂമിലേക്ക് ചെല്ലുകയാണ്. നയനയാണെങ്കിൽ ആദർശിനെ കാത്തിരിക്കുകയായിരുന്നു. ആദർശിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ദുബായിലെ ജയിലിലൊന്നും ആയിരുന്നില്ല, അവിടെ എന്നെ കൊടുക്കാൻ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഞാനിങ്ങ് വന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാവോ ആദർശേട്ടാ, ആദർശേട്ടനെ കാണാതെ എനിക്കിരിക്കാൻ പോലും വയ്യായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്നാലും ആരും അറിയാതെ ആദർശേട്ടൻ എങ്ങനെ നാട്ടിലേക്ക് എത്തിയത്? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ആദർശ് പറയാണ്, അവിടെ മുത്തശ്ശൻ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. എന്തായാലും മുത്തശ്ശൻ അവിടെ നല്ല പിടിപാടല്ലേ, അതുകൊണ്ട് എനിക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഇരു ചെവി അറിയാതെ എന്നെ നാട്ടിലെത്തിക്കുകയും ചെയ്തു എന്നിങ്ങനെ ആദർശ് പറയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആദർശേട്ടൻ തിരികെ എത്തിയ വിവരം വേറെ ആർക്കും അറിയില്ലേ? എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആദർശ് പറയാണ്, അതെ, തൽക്കാലം അബിയും നവ്യയും അപ്പച്ചിയൊന്നും അറിയണ്ട, അവരൊന്നും ഇപ്പം ഇതറിയണ്ട. അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഞാനില്ലാത്ത സമയത്ത് അബിയും അപ്പച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, അതെന്താണെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശനെ മുത്തശ്ശിയൊന്നും കാണണ്ടേ ആദർശേട്ടാ? അവരൊക്കെ ഏട്ടനെ കാണാതെ വല്ലാതെ വിഷമിച്ച് ഇരിക്കുമല്ലേ? തീർച്ചയായിട്ടും മുത്തശ്ശനെയും മുത്തശ്ശിയെ ഒക്കെ കാണണം, അതേപോലെ അച്ഛനെയും ചെറിയച്ഛനെയും ഒക്കെ കാണണം. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അനിയൻ കാണണ്ടേ ഏട്ടാ? ഏട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരു സമാധാനം ഇല്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ നടക്കുവാണ് അവൻ. ആദർശ് പറയുന്നുണ്ട്, എനിക്കറിയാം നയനെ, അവൻ്റെ സ്നേഹവും എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും അവനോടും ഞാൻ വന്ന കാര്യം അറിയിക്കണം, അവനെയും കാണുകയും വേണം. എന്നാലും അപ്പച്ചിയും അബിയും നവ്യയും തൽക്കാലം ഇതൊന്നും അറിയണ്ട. അങ്ങനെ ആദർശ് റൂമിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ആരും കാണാതെ ആദർശ് മുത്തശ്ശനെ മുത്തശ്ശിയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ആദർശനെ കണ്ട ഉടനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു നീ ഇന്നിങ്ങ് എത്തുമെന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ആഹാ, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നോടെന്താ പറയാതിരുന്നത്? ആദർശ് ഇന്ന് വരുമെന്ന് എന്നെയെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നു. ഞാനും ഒരുപാട് വെപ്രാളപ്പെട്ടു പോയി. മുത്തശ്ശന് അവിടെ നല്ല പിടിപാടുള്ളത് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കുകയല്ലായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ. ഇതുപോലെ ഇവിടെയും ഗൾഫിലും അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിൻ്റെ മുത്തശ്ശൻ എത്ര നിസ്സാരമായിട്ടാണ് സോൾവ് ചെയ്തതെന്ന് നിനക്കറിയാമോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അറിയാം മുത്തശ്ശി, എല്ലാം എനിക്കറിയാം. മുത്തശ്ശനുള്ളതല്ലേ ഞങ്ങളുടെയൊക്കെ ധൈര്യം. ഈ മൂർത്തി ജ്വല്ലറി തന്നെ ഇങ്ങനെ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുന്നത് മുത്തശ്ശനുണ്ടെന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ്. ഞാനോ അച്ഛനോ ചെറിയച്ഛനോ ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല. പറയുകയാണെങ്കിൽ ഇപ്പോഴും മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് മുത്തശ്ശൻ തന്നെയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ വിടാദർശേ, അതൊക്കെ പഴയ കാലമല്ലേ. ഇപ്പോൾ ഞാനൊരു പല്ലുകൊഴിഞ്ഞ സിംഹമല്ലേ. ഇനി മൂർത്തി ജ്വല്ലറി വാഴേണ്ടത് നിങ്ങളൊക്കെയല്ലേ. അതുപോലെ AM ജ്വല്ലറി, അവരിപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ശത്രുക്കളാണ്. അതുപോലെ ഗൾഫിൽ ദുബായിലാണെങ്കിൽ അതിലേറെ അവർ ശക്തരായി കഴിഞ്ഞു. അതിനെയൊക്കെ നേരിടാനുള്ളൊരു ശക്തി ആദർശ് നേടിയെടുക്കേണ്ടതുണ്ട്. അവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തായാലും അവർക്കൊരു തടയിടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ് മുത്തശ്ശ, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരാൾ മാത്രമല്ല അവിടുത്തെ MD, ഏറെ പലരുമുണ്ട്. ആർക്കൊക്കെയോ അതിൽ നല്ല പങ്കുണ്ട്. അതിൽ പലരും നമ്മുടെ ശത്രുക്കളുമാണ്. അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ നമ്മളെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെല്ലാം ചെയ്തു വെക്കുന്നുമുണ്ട്. അതൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു ജാഗ്രതയോടുകൂടി തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോയിക്കോളാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അതുപോലെ അബിയെ കൂടെ നീ ഒന്ന് ശ്രദ്ധിക്കണം. അവനിപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്താണ്. അവനും AM ജ്വല്ലറി സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിന്നെ അവിടെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിലും അബിയുണ്ട്. ഇവിടെ നിന്ന് അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തത് അവൻ തന്നെയാണ്. അതൊക്കെ നീ ഇനി നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെനിക്ക് നേരത്തെ മനസ്സിലായായിരുന്നു മുത്തശ്ശ, ഇതിൻ്റെ എല്ലാം പിന്നിൽ അവനുണ്ടെന്ന്. ഇതിനു മുമ്പും അവൻ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുള്ളതല്ലേ. ഇനിയും എന്തിനാ മുത്തശ്ശ അവനെ ഇങ്ങനെ വെച്ച് വഴിക്കുന്നത്? മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഞാനും ആലോചിക്കുന്നതാ. പക്ഷേ അവനെ അങ്ങനെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ ആദർശേ? അവൻ്റെ അമ്മ ജലജയെ ഞാൻ എടുത്തു വളർത്തിയെന്നുള്ളത് ഞാൻ ചെയ്തൊരു തെറ്റാ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട അവകാശങ്ങളും അവൻ്റെ മോന് വേണ്ടത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മാത്രമല്ല അവനിപ്പോൾ ഒരു വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനും കൂടിയാണ്.
ഒന്നും അറിയാത്ത നവ്യയും ആ കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവരെ ശിക്ഷിക്കാൻ പറ്റുമോ? മാത്രമല്ല അവിയും ജലജയും നമ്മളിപ്പോൾ ഇറക്കി വിട്ട എടുത്ത് വളർത്തിയ ഒരു പരിഗണന പോലും ഇല്ലാതെ നിഷ്കരണം നമ്മൾ അവരെ ഇറക്കി വിട്ടെന്ന് അവർ പറയും. സ്വത്തിൻ്റെ ഒരു വീതം എടുത്തു വളർത്തിയ മകൾക്കും മകനും കൊടുക്കാതെ അവരെ ഇറക്കി വിട്ട ഒരു ദുഷ്ടനായി മാറും ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും സഹിച്ചു ക്ഷമിച്ചും ഞാൻ അവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്രയായില്ലേ, നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ക്ഷമിക്കാം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശേ, നീ ഇല്ലാത്ത സമയത്ത് നയനമോള് എന്തോരം വിഷമിച്ചു എന്ന് നിനക്കറിയാമോ? മാത്രവുമല്ല നീ ജയിലിലാണെന്നുള്ള വിവരം ആരോ വിളിച്ച് മോളോട് പറയുകയും ചെയ്തു. നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആരോ നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത കാര്യമാണത്. അതറിഞ്ഞത് മുതൽ വയറ്റിലുള്ള കുഞ്ഞിനെപ്പറ്റി പോലും ചിന്തിക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ നിന്നെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥനയും കണ്ണീരുമായിരുന്നു ആ കുട്ടിക്ക്. നീ അവളെ നന്നായിട്ട് നോക്കണം, നീ ഒന്ന് ആശ്വസിപ്പിക്കുക അവളെ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശനെ കണ്ട ഉടനെ അനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ വന്ന വിവരം? എന്നെ ഒന്ന് വിളിച്ച് പറയാഞ്ഞേ, ഞാൻ വണ്ടിയുമായിട്ട് വരികയില്ലായിരുന്നോ? അപ്പോൾ ആദർശ് പറയാണ്, അത് പിന്നെ അനി, ഞാൻ ഇവിടെ എത്തിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഒതുക്കി തീർത്ത് പെട്ടെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് കയറുമായിരുന്നു. മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആരെയും ഒന്നും അറിയിക്കാതിരുന്നത്. എന്തിന് ഞാൻ ഇവിടെ വന്ന ഈ നിമിഷം വരെ ഞാൻ വന്ന വിവരം ആരും തന്നെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഞാൻ ഇപ്പോഴും അവിടുത്തെ ജയിലിലാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ട് തന്നെയായിരുന്നു നമ്മുടെ നീക്കങ്ങളൊക്കെ എന്നിങ്ങനെ ആദർശ് പറയാണ്. അപ്പോൾ ആനി ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ അവിടെ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നല്ലേ? ആരാ ഏട്ടാ നമ്മളെ അവിടെ ചതിച്ചത്? ആദർശ് അപ്പോൾ പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ച് വേറെ ആരും തന്നെയല്ലേടാ, ഇവിടുത്തെ എം ജ്വല്ലറി ഇല്ലേ, അവിടുത്തെ ബ്രാഞ്ചിലുള്ളവർ തന്നെയാണ് അതിനുവേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം തന്നെ നമ്മളെ ഒതുക്കാന്നുള്ളതാണ്. അവിടെ കടുത്ത മത്സരം തന്നെയാണ് ഇനി അവിടെ നടക്കുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ ആകെപ്പാടെ എല്ലാം തന്നെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമായിരുന്നു. അവിടെ ചെന്ന് ഏകദേശം എല്ലാം ഒന്ന് ശരിയാക്കി തുടങ്ങിയപ്പോഴത്തേക്കിനുമാണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അനി അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും എന്തുകൊണ്ടും നമ്മളൊന്ന് സൂക്ഷിക്കണം ആദർശേട്ടാന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാനി, എന്നാൽ ഞാനിവിടെ വന്ന വിവരം നീ ആരെങ്കിലും പറയണ്ട. അതുപോലെ അഭിയും ജലജയും നവ്യയും ഉടനെ ഒന്നും ഇതറിയണ്ട. അത് ശരിയാ ആദർശേട്ടാ, തൽക്കാലം അവരാരും അറിയാത്തത് തന്നെയാണ് നല്ലത്. പിന്നെ വലിയച്ഛനും അച്ഛനും വലിയൊന്നും അവരാരും ഒന്നും ഇത് പുറത്ത് പറയാൻ പോകുന്നില്ല. അവരെല്ലാം ഏട്ടൻ വന്ന കാര്യം അറിയുകയും ചെയ്തിട്ടുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. തൽക്കാലം ഇവരാരും അറിയണ്ട. അവരറിഞ്ഞ ഞാൻ ജയിലിലാണെന്നുള്ള രീതിയിൽ തന്നെ അവർ 2 ദിവസവും കൂടെ അങ്ങ് ആർമാദിക്കട്ടെ. അതിനുശേഷം ഞാൻ വന്ന വിവരത്തെപ്പറ്റി പറഞ്ഞാൽ മതി. ഞാനില്ലാത്തപ്പോഴത്തെ അവരുടെ സന്തോഷം, അവരുടെ കളി അങ്ങ് നടക്കട്ടെ എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരോടും പരസ്പരം സംസാരിച്ചതിന് ശേഷം ആദർശ് നയനയുടെ റൂമിൽ പോവാണ്. അതേപോലെ അനിയും അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ ചെന്ന ഉടനെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. ഹലോ നന്ദു, ഞാൻ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒന്നുമില്ല, ആദർശേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേനും നന്ദുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. ആഹാ, ഇക്കാര്യം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. നയനേച്ച് പോലും വിളിച്ചപ്പോൾ പറഞ്ഞില്ല ആദർശേട്ടൻ വരുന്ന കാര്യം. അനി പറയുന്നുണ്ട്, തൽക്കാലം ആദർശേട്ടൻ എത്തിയ കാര്യം ആരെയും അറിയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ നിൽക്കാത്തതുകൊണ്ട് ഞാനത് നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആദർശേട്ടൻ വന്ന വിവരം ഒരു കാരണവശാലും അഭിയും നവ്യേച്ചിയും അതുപോലെ അപ്പച്ചിയും അറിയാൻ പാടില്ലെന്നാണ് തീരുമാനം. മുത്തശ്ശൻ തീരുമാനപ്രകാരം ആരും അറിയാതെ ആണ് ആദർശേട്ടൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്കിന് എല്ലാവരുടെയും മറഞ്ഞിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും നല്ല സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഇപ്പോഴെങ്കിലും നയനേച്ചിക്ക് ആശ്വാസമായി കാണും. നയനേച്ചി ആകപ്പാടെ വിഷമിച്ചിരിക്കുമല്ലായിരുന്നോ? എന്നാലും ഈ സാഹചര്യത്തിൽ ആരാണിങ്ങനെ മൂർത്തി ജ്വല്ലറി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പം അനി പറയാണ്, വേറെ ആരാ നന്ദു, ആ എം ജ്വല്ലറിക്കാർ തന്നെയാണ്. അവരാണ് നാട്ടിലും അതേപോലെ ദുബായിലും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി തീർന്നിരിക്കുന്നത്. എന്തായാലും അവരെ നേരിടാനുള്ള നടപടിയൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. നന്ദു അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും മനി, എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും സപ്പോർട്ടും നിനക്കുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വേറെ എന്നെക്കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേനെ. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ, എന്താ? ഒന്നുമില്ല,
നിന്നെ നവീൻ എങ്ങാനും വിളിച്ചായിരുന്നോ? ആ, നവീനേട്ടൻ വിളിച്ചായിരുന്നല്ലോ. അല്ല, എന്തിനാ നവീൻ വിളിച്ചത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, എന്നോട് എന്ത് പറയാൻ, എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമാവുന്നുണ്ട്. അതിന് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്താ എന്നോട് ഇക്കാര്യം പറയാതിരുന്നത്? അതിപ്പോൾ പ്രത്യേകിച്ച് എന്ത് പറയാനാടാ, നവീനേട്ടൻ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. പിന്നെ ഏട്ടൻ എന്നെ കാണാൻ വന്നത് എന്ത് പ്രത്യേകിച്ച് പറയാനാ? അതുമല്ല, അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ വിളിച്ചുമില്ല, ഇപ്പോഴല്ലേ പിന്നെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ദേ പറയുകയും ചെയ്തു. അല്ല അനി, എന്താ എന്താ നിനക്കൊരു വിഷമം പോലെ? ഏയ്, എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ വെളിയിലൊന്നും ഇറങ്ങാതെ 2 ദിവസം ആ റൂമിനുള്ളിൽ തന്നെ കഴിഞ്ഞു കൂടുകയാണ്. അങ്ങനെ നനയുടെ പ്രത്യേക സ്നേഹവും പരിചരണവും ഒക്കെ ഏറ്റ് സന്തോഷത്തോടു കൂടി ആദർശ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ആദർശ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നവ്യയും അഭിയും അപ്പച്ചിയും എല്ലാവരും തന്നെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. അവരറിയാതെ അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ നവ്യയ്ക്കാണെങ്കിൽ ആദർശ് നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വരികയാണ്. അതിന് കാരണം പ്രധാനമായിട്ടും ആദർശ് അവരുടെ റൂമിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് റൂമിലേക്ക് കയറി പോകുന്നത് നവ്യ കാണുന്നത് ആരാണെന്ന് അറിയുന്നില്ല. ഒരാൾ റൂമിലേക്ക് കയറി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മുതൽ നവ്യയ്ക്കൊരു സംശയം തോന്നി തുടങ്ങുകയാണ്. നവ്യ ചിന്തിക്കുന്നുണ്ട്, അല്ല, ആരാണിപ്പോൾ നയനയുടെ റൂമിലേക്ക് കയറിപ്പോയത്? എനിക്ക് കണ്ടിട്ട് ആദർശിനെ പോലെ തോന്നുന്നുണ്ടല്ലോ. തോന്നലായിരിക്കും എന്നുള്ള ചിന്തയിൽ നവ്യ അപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അവരുടെ റൂമിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആദർശം നയനയും കൂടെ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നയന ചിന്തിക്കുന്നുണ്ട്, അല്ല നയന ഇതാരോടാണ് സംസാരിക്കുന്നത്? റൂമിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ആരോ കയറി പോകുന്നത് പോലെ എനിക്ക് മുമ്പേ തോന്നുകയും ചെയ്തിരുന്നു. അങ്ങനെ നവ്യ കാത്തോർത്തിരിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു സംശയം കൊണ്ട് വാതിലിൽ മുട്ടുന്ന കേൾക്കുമ്പോഴേ ആദർശ് അങ്ങോട്ട് ഒളിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. നവ്യ വിളിക്കുന്നുണ്ട്, നയനെ, എടി നയനെ, വാതിൽ തുറക്ക്. അങ്ങനെ ആദർശിനെ ഒളിപ്പിച്ചിരുത്തിയതിന് ശേഷം നയന വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ വാതിൽ തുറന്ന ഉടനെ നവ്യ അകത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നയനെ, ഈ റൂമിൽ ആരാ ഉണ്ടായിരുന്നെന്ന്? ചേച്ചിക്ക് എന്താ പറ്റിയത്? ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ കാണില്ലായിരുന്നോ? അതല്ല, മുത്തശ്ശനോ അനിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ അമ്മായിയോ? അതാ ഞാൻ ചോദിച്ചത്. ഓ, എൻ്റെ ചേച്ചി, ഇവിടെ എങ്ങും ആരുമില്ല. ചേച്ചിക്ക് എന്താ വേണ്ടത്? അതല്ല, ഇങ്ങോട്ടാരോ നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി. അതിനുശേഷം നീ ആരോടാ സംസാരിക്കുന്നത് ഞാൻ നല്ലപോലെ കേട്ടതാ. നീ ആരോടാ സംസാരിച്ചത്? അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് ഞാൻ ആരോട് സംസാരിക്കാനാ? ചിലപ്പോൾ അമ്മ മുമ്പേ വിളിച്ചിരുന്നു. അമ്മയോട് സംസാരിച്ച സൗണ്ട് എല്ലാം ആയിരിക്കും ചേച്ചി കേട്ടത്. അതല്ല നയനെ, ഇങ്ങോട്ട് ആരോ വന്നതുപോലെ എനിക്ക് തോന്നി. എൻ്റെ പൊന്നി ചേച്ചി, അത് ചേച്ചിയുടെ തോന്നലായിരിക്കും. ഏയ് അല്ല, ആദർശേട്ടനെ പോലാണ് എനിക്ക് തോന്നിയത്. അത് ചിലപ്പോൾ ചേച്ചി ആദർശേട്ടൻ്റെ കാര്യം വല്ല ആലോചിച്ച് നടന്നുകൊണ്ടായിരിക്കും. ആദർശേട്ടൻ ദുബായിലെ ജയിലിലാണെന്നുള്ളവരും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ എന്നെ വീണ്ടും വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ ആദർശേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. എന്നാൽ ശരി, നീ കിടന്നു എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആദർശ് അവിടെ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നവ്യയ്ക്ക് നല്ല സംശയമുണ്ട്. അവൾക്ക് ഞാനിവിടെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. അബിയുടെയും അപ്പച്ചിയുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ കഴിയുമല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഈ സമയത്ത് അപ്പുറത്തെ റൂമിൽ ജലജയും അബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജലജ പറയുന്നുണ്ട്, എടാ, ആദർശ് അവിടെ ദുബായിലെ ജയിലില്ല. അവനിനി അവിടെ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പോവുള്ളൂ. അതിന് അവൻ അവിടെ നിന്നും ഇറങ്ങി വരത്തില്ലെന്നേ. അഥവാ ഇനി മുത്തശ്ശൻ്റെ സ്വാധീനം വെച്ച് അവൻ അവിടെ നിന്നെങ്ങാനും വെളിയിലിറങ്ങിയാൽ അവിടെ വെച്ച് തന്നെ അടുത്ത കുരുക്ക് അവന് മുറുകും. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടമ്മേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ ഒപ്പിച്ചു വെച്ചതുകൊണ്ട് എനിക്കൊരു സംശയമില്ലാതില്ല. എന്തെങ്കിലും ആകട്ടെ, അവൻ അവിടെ തന്നെ കിടക്കട്ടെ. അവിടെ കിടന്നങ്ങ് ഒടുങ്ങിയാൽ മതിയായിരുന്നു. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ അഭി പറയുകയാണ്, അത് ഏകദേശം ഒക്കെ ഉറപ്പിച്ച മട്ടാണ്. ദുബായിലെ AM ജ്വല്ലറിയുടെ പതനം കണ്ടിട്ടേ മൂർത്തിസ് ജ്വല്ലറിയുടെ പതനം കണ്ടിട്ടേ AM ജ്വല്ലറി അടങ്ങത്തുള്ളൂ. അത് മാത്രമല്ല, അവിടുത്തെ പോലെ തന്നെ നാട്ടിലും അവർ തന്നെയാണ് മൂർത്തിസ് ജ്വല്ലറിക്ക് എതിരാളികൾ. അതിനുവേണ്ടി അവർ എന്നെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ AM ജ്വല്ലറിയിൽ ഒരു സ്ഥാനം എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവർ മാനേജറായിട്ട് ഞാനങ്ങ് വിലസും. നല്ല അടിപൊളി ശമ്പളമൊക്കെ മേടിച്ച് അടിച്ച് പൊളിച്ച് കഴിയാം.
മൂർത്തി ജ്വല്ലറി അങ്ങ് ഇല്ലാതാവണം. മുത്തശ്ശൻ്റെ ആദർശിൻ്റെയൊക്കെ അഹങ്കാരം അതോടങ്ങ് തീരും. പിന്നെ നമ്മളായിരിക്കും അങ്ങ് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജലജയും പറയാണ്, ശരിയാ, അങ്ങനെ തന്നെ വേണം. ഇവിടെയാണെങ്കിൽ ഇപ്പം കണ്ടില്ലേ, നയന രാജകുമാരിയായിട്ടും ആദർശ രാജാവായിട്ടുമാണ് വാഴുന്നത്. ഇതൊന്നും കണ്ടിട്ട് എനിക്കത്രയും സഹിക്കാനാവുന്നില്ല. അവിടെ ആദർശ ദുബായ് ജയിലിൽ കിടന്ന് അങ്ങ് ഒടുങ്ങുവാൻ വേണം, ഇവിടെ കരഞ്ഞ് തകരണം. അതോടെ മൂർത്തി ജ്വല്ലറി ഇല്ലാതാവണം. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് കിട്ടാനുള്ള ഷെയറും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നവ്യയാണെങ്കിൽ എന്നോട് പറഞ്ഞു, എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അവളെന്തായാലും മോഡലിനൊക്കെ പോകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതുപോലെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഷെയറൂടെ വാങ്ങിച്ച് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാമെന്നൊക്കെയാണ് അവൾ പറയുന്നത്. അബി അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ AM ജ്വല്ലറിയിലെ പാർട്ട്ണർ ആവുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കില്ല. ഇപ്പോൾ നമ്മുടെ ഗതികേടല്ലേ ഇവരെല്ലാം മുതലാക്കുന്നത്. നമുക്ക് വാ തുറന്നൊന്നും മിണ്ടാൻ സാധിക്കുന്നുണ്ടോ അമ്മേ? അപ്പോൾ ജലജ പറയാണ്, അത് ശരിയാടാ. ഇവിടുത്തെ സ്വത്തും പണം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കാത്തു കെട്ടിക്കിടക്കുന്നത്. അത് നിനക്കറിയാവോ? അല്ലാതെ വേറൊന്നുമല്ല. ആ ദേവയാനി എന്ന് പറയുന്നവളുണ്ടല്ലോ, എന്നെ ഇവിടെ ഒരടിമയെ പോലെയാണ് പണി ചെയ്യിപ്പിക്കുന്നത്. എന്തെല്ലാം ജോലികളാണ് നമ്മളിവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ AM ജ്വല്ലറിയുടെ പാർട്ട്ണറായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഇഷ്ടാനുസരണം ജീവിക്കാൻ എന്നിങ്ങനെ ജലജ പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതൊക്കെ നടക്കുമമ്മേ. ഇപ്പം തന്നെ ആദർശിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായത് കണ്ടില്ലേ? എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആദർശ് മറഞ്ഞു നിന്ന് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ടടാ. അമ്മയുടെ കുറേയധികം സ്വർണം നയനയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അമ്മയ്ക്ക് പാരമ്പര്യമായി കിട്ടിവന്ന പല ആഭരണങ്ങളും ഇപ്പോൾ നയനയുടെ അലമാരിയിലാണുള്ളത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് പിന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോള് അവളല്ലേ, അപ്പോൾ അവക്കല്ലേ എല്ലാം കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്വത്തിൻ്റെ വീതം മുഴുവൻ ആ ആദർശിൻ്റെ കയ്യിലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ജലജ പറയുകയാണ്, എന്തായാലും എനിക്കത് കൈക്കലാക്കണം. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നയനയുടെ കയ്യിലുള്ള ആ സ്വർണം മുഴുവൻ എനിക്ക് കൈക്കലാക്കണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതിനെന്താ അമ്മേ, അത് മുഴുവൻ അമ്മ അങ്ങ് എടുത്തു. അപ്പോൾ ജലജ പറയാണ്, എന്നാൽ വാടാ, നമുക്ക് ഇപ്പോൾ തന്നെ അവളുടെ മുറി വഴി ഒന്ന് പോകണം. അവളിപ്പോൾ മുറിയിലില്ലാത്ത സമയമല്ലേ, വാ നമുക്ക് പോയി ഒന്നുമല്ലേ ആ സ്വർണ്ണം ഒന്ന് കാണുമെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് രണ്ടുപേരുടെ നയനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ആദർശ് പതുങ്ങിയിരിപ്പുണ്ട്. അങ്ങനെ ഇരുട്ടത്ത് പതുങ്ങി ആ റൂമിലേക്ക് ചെന്ന് അലമാരയുടെ അരികെ ചെന്ന് ലോക്കറൊക്കെ തുറന്ന് ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ഒരുമാതിരി ആർത്തി പിടിച്ച രീതിയിൽ ജലജ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, ആ മാലയൊക്കെ അവിടെ തന്നെ വെയ്യ്. അതിനെ എങ്ങാനും സ്ഥാനം മാറിയിരുന്ന അവൾ കണ്ടുപിടിക്കും. എന്തിനാ ഇതൊക്കെ കയ്യിലെടുത്ത് നോക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സ്വർണത്തിനകത്ത് ഒരു പഴയ നെക്ലേസ് ഉണ്ട്. ജലജയാണെങ്കിൽ അതിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് നോക്കുകയാണ്. എടാ അഭി, ഈ നെക്ലേസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. കാരണം എന്താണെന്നറിയാവോ? ഈ അനന്തപുരിയിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മാലയാണിത്. വളരെ വർഷം പഴക്കമുള്ള ഒരു ആഭരണമാണിത്. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഇതും ഇപ്പം നയനയുടെ കയ്യിലായല്ലോ എന്നിങ്ങനെ പറയണ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത്രയ്ക്ക് ആഗ്രഹിച്ചാണെങ്കിൽ അമ്മ അതങ്ങ് എടുക്ക്. അപ്പോൾ ജലജൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച, ഇത് ഞാനിങ്ങ് എടുക്കുക. ഇപ്പോഴാണെങ്കിൽ ആദർശം ഇവിടെ ഇല്ലാത്തതല്ലേ, അവൾ ആ സ്വർണ്ണം എടുത്ത് അവളുടെ വീട്ടിൽ കൊടുത്തെന്ന് നമുക്ക് പറയാം. ഒന്നും കാണാതെ കിടന്നവൾ അതെല്ലാം എടുത്ത് ഗോവിന്ദനും കനകയ്ക്കും കൊണ്ട് കൊടുത്തു എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് ശരിയാമ്മേ, അമ്മ ഇത് കൈക്കലാക്കിക്കോ. നമുക്ക് അതിനുള്ള പണി കൊടുക്കാം. എങ്ങനെയെങ്കിലും നയനെ കൂടെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള മാർഗങ്ങൾ നോക്കാം. അങ്ങനെ ജലജയും അഭിയും കൂടെ ആ നെക്ലേസ് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവർ എങ്ങനെയെങ്കിലും നയനെ കൊടുക്കാനുള്ള പണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയന റൂമിലേക്ക് വന്നപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, ദേ നയനെ, എൻ്റെ നെക്ലേസ് എടുത്തോണ്ട് അപ്പച്ചിയും അഭിയും കൂടെ പോയിട്ടുണ്ട്. നീ ഉടനെ തന്നെ മുത്തശ്ശനോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നയന പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി മുത്തശ്ശൻ്റെ അരികെ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശ, നിങ്ങൾ എനിക്ക് പാരമ്പര്യമായി കൈമാറി വന്ന ആ നെക്ലേസ് തന്നില്ലേ, അതിപ്പോൾ എൻ്റെ ആഭരണപ്പെട്ടിയിൽ കാണാനില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അത് കാണാതിരിക്കുന്ന എങ്ങനെയാ മോളെ, അതിവിടെ ഉണ്ടായിരുന്നല്ലേ, ആരെ എടുക്കാനാ? അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശി എൻ്റെ അലമാരിയിലാണ് വെച്ചിരുന്നത്, ഇന്ന് നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതപ്പോൾ ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കുമല്ലോ അത് മോഷ്ടിച്ചിരിക്കുന്നത്. ഇതും കേട്ടോണ്ട് അങ്ങോട്ട് വന്ന ജലജ അവരോട് പറയുന്നുണ്ട്, അത് ആരെടുക്കാനാ, ഇവള് തന്നെ മിക്കവാറും എടുത്തിട്ടുണ്ടാവും.
ആദർശമില്ലാത്ത സമയം നോക്കി ഇവൾ ആ സ്വർണം എടുത്ത് ആളുടെ വീട്ടിലേക്ക് കടത്തിയിട്ടുണ്ടാവും. ഇവൾ അറിയാതെ ആ സ്വർണം എവിടെ പോവാനാണ്? അല്ലാതെ ഇവളുടെ അലമാരയിലിരുന്ന സ്വർണം ആരെടുക്കാനാണ്? ഇത് കേട്ടതും നയന നല്ല ധൈര്യത്തോടു കൂടി തന്നെ നിന്ന് മറുപടി പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അത് വേറെ ആരുമല്ല, അത് അപ്പച്ച തന്നെയായിരിക്കും എടുത്തിരിക്കുന്നത്. നീ എന്താടി പറയുന്നത്? ഞാൻ എടുത്തെന്നോ? നീ എന്താടി പറയുന്നത്? ഞാൻ ആ സ്വർണം എടുത്തെന്നോ? വെറുതെ അനാവശ്യം പറയരുത്. അങ്ങനെ ഞാനാണ് ആ സ്വർണം എടുത്തതെങ്കിൽ നിന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ? അപ്പോൾ ജലജയുടെ കൂടെ തന്നെ അഭിയും നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരോട് ചോദിക്കുന്നുണ്ട്, എന്താ പറയടി, അതിന് ഞങ്ങളെടുത്തതിന് വല്ല തെളിവുമുണ്ടോ നിന്റെ കയ്യിൽ? അപ്പോൾ ആദർശ് മേളിൽ നിന്ന് പയ്യെ നടന്നിങ്ങനെ ഇറങ്ങി വരികയാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ആ തെളിവ് ഇവിടെ തന്നെ ഉണ്ട്. സൗണ്ട് കേട്ട് സ്റ്റെയർ കേസിലേക്ക് നോക്കുന്ന അഭിയും ജലജയും ഞെട്ടിപ്പോവാണ്. അവരുടെ അറിവിൽ ഇപ്പോഴും ആദർശ് ദുബായ് ജയിലിലാണല്ലോ. അങ്ങനെ ആദർശ് ഇറങ്ങി വന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടുമായിട്ട് കാര്യം പറയുന്നതാണ്. ഇന്നലെ രാത്രി ഇവരാണ് റൂമിൽ കയറി ഇത് മോഷ്ടിച്ചത്. അതുപോലെ എന്നെ അവിടെ ജയിലിൽ കൊടുക്കാൻ ശ്രമിച്ചതും ഇവർ തന്നെയാണ്. ഞാൻ തിരിച്ചു വരില്ലെന്നും അവിടെ തന്നെ ഒടുങ്ങി പോകുന്നൊക്കെയാണ് ഇവർ രണ്ടുപേരോട് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശന്റെ മുമ്പിൽ ആദർശ് വെളിപ്പെടുത്തുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും ജലജയും അഭിയും അന്തം വിട്ട് നിൽക്കുകയാണ്. അവർ പരസ്പരം പറയുന്നുണ്ട്, നീയല്ലേടാ പറഞ്ഞത് ആദർശ് ഇപ്പോഴും ദുബായ് ജയിലിലാണെന്ന്, അവൻ പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അങ്ങനെ മുത്തശ്ശൻ വീണ്ടും പറയുകയാണ്, ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു തെറ്റാണ് നിന്നെ ദത്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയത്. ഇവളെ തല്ലിയിട്ട് ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചെറുപ്പത്തിൽ നല്ല തല്ല് കൊടുത്ത് വളർത്താത്തതിൻ്റെ കുറവാണ് ഇവക്ക്. ഇനിയിപ്പോൾ ഇവളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല, അതിന് പകരം ഇവനിട്ട് വേണം കൊടുക്കാൻ എന്നും പറഞ്ഞ് അബിയുടെ ചെവിക്കല് തീർത്ത് മുത്തശ്ശനോളം കൊടുക്കുന്നുണ്ട്. ആ ഒറ്റ അടിയിൽ തന്നെ അബി അങ്ങ് പൊളഞ്ഞു പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് രണ്ടെണ്ണമാണ് ഈ കുടുംബം കുട്ടിച്ചോറാക്കുന്നത്. എടുത്ത നെക്ലേസ് മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കടി. അങ്ങനെ ജലജ പെട്ടെന്ന് തന്നെ ആ നെക്ലേസ് എടുത്തോണ്ട് നയനയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. ആദർശ് തിരിച്ച് നാട്ടിലെത്തിയത് അബിക്കും ജലജയ്ക്കും വല്ലാത്തൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്.